നീതു വർക്ക്ഷോപ്പിലേക്ക് അമ്മയുണ്ടാക്കിയ പലഹാരമായിട്ട് വരികയാണ്. ഹരീഷയ്ക്കും ഇതിൽ വല്ല വിഷം ഇട്ടിട്ടുണ്ടോ? നിനക്കാണെന്ന് പറഞ്ഞാൽ അമ്മ തീർച്ചയായിട്ടും ഇടുമായിരുന്നു. ഇതെൻ്റെ തലർച്ച അനിയന് വേണ്ടി ഉണ്ടാക്കിയതാ, അതുകൊണ്ട് ഇട്ടിട്ടുണ്ടാവില്ലെന്ന് ഉറപ്പാ. ഹരീഷ് അത് കഴിക്കും. ഇന്ന് കച്ചറകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരാശ്വാസമുണ്ട്. നീതു പറയും, നീയല്ലേ എപ്പോഴും എന്നെ വഴക്ക് പറയുന്നത്. എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് നീ എന്തിനാ വിളിക്കുന്നത്? അതൊന്ന് തീർന്നിട്ട് വിളിച്ചാൽ പോരെ? നീതു പിന്നെയും പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടുകയാണ്. ഹരീഷറും സുഭാഷ് ചേട്ടന് ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നീതു ചോദിക്കും, നിനക്ക് എന്നോടാണോ നിൻ്റെ കുടുംബത്തോടാണോ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്? ഹരീഷയ്ക്ക്, നീ എന്തിനാ ഇങ്ങനത്തെ ഓരോ ചോദ്യം ചോദിക്കുന്നത്? ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കാനാണോ? നീ ശരിക്കും എന്നെയാണോ നമുക്കിടയിലുണ്ടാണോ വഴക്കിനെയാണോ സ്നേഹിക്കുന്നത്? നീതു പറയും, ഞാൻ വഴക്കുണ്ടാക്കില്ല, നീ പറഞ്ഞോ. ഹരീഷ് പറയും, എനിക്കെൻ്റെ കുടുംബം തന്നെ പ്രധാനം. നീതു പറയും, ഞാൻ പോട്ടെ, എനിക്ക് ഒരു സുഖം തോന്നുന്നില്ല. അതും പറഞ്ഞ് നീതു അവിടെ നിന്ന് പോവാണ്. നീതു പോകുമ്പോൾ മനസ്സിൽ പറയും, എന്നെ സന്തോഷിപ്പിക്കാനെങ്കിലും ഞാനാണ് പ്രധാനമെന്ന് നിനക്ക് പറയായിരുന്നു. നിധി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വരുമ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്തുനിന്ന് പോകും. അച്ഛനോട് ചോദിക്കും, അച്ഛാ ഇപ്പോൾ എങ്ങനെയുണ്ട്? അച്ഛൻ പറയും, കുഴപ്പമില്ല മോളെ. രാവിലെ മരുന്ന് കഴിച്ചോ? ഭക്ഷണം കഴിച്ചിട്ടാണോ മരുന്ന് കഴിച്ചത്? അച്ഛൻ പറയും, അതെ. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? ഇവിടെ അടുത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട്. അച്ഛൻ പറയും, വേണ്ട മോളെ, നീ പോയിട്ട് കാപ്പി ഉണ്ടാക്കി കുടിക്ക്. നിധി അകത്ത് പോയിട്ട് കാപ്പി ഇടുകയാണ്. നികേഷ് വന്ന് ചോദിക്കും, എടതി ഞാൻ സഹായിക്കണോ? പഞ്ചസാര, ചായപ്പൊടി അങ്ങനെയൊക്കെ എടുത്തു തരാം. നിധി നികേഷിനോട് എക്സാം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. നികേഷ് ഉണ്ടായിരുന്നു, പാസ്സാവും. എടാ, പാസ്സായാൽ മതിയോ? നല്ല മാർക്കൊക്കെ വാങ്ങണ്ടേ? അതിനായിട്ടുള്ള ആൾക്കാർ ഉണ്ടല്ലോ, നമ്മളെന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടാക്കുന്നത്? നിധി ചോദിക്കും, നിനക്ക് UPSCക്ക് ഒന്ന് ട്രൈ ചെയ്തൂടെ? അത് കേൾക്കുമ്പോൾ നികേഷിന് ചിരി വരും. അതെ, കുപ്പത്തൊട്ടിന്നൊരു IAS-കാരൻ. എടാ, ഞാൻ നിന്നെ കളിയാക്കാൻ പറഞ്ഞതല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ സുഖമെന്ന് പറയോ? സ്വന്തമായിട്ട് വീട്, ഗൺമാൻ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഞാൻ ഓഫീസിലിരുന്ന് ഇതൊക്കെ ആലോചിക്കായിരുന്നു ഇന്ന്. അത് ശരി, അപ്പോൾ അവിടെ പണിയൊന്നുമില്ല അല്ലേ? ഇതിനാണോ അവിടെ നിന്ന് ശമ്പളം തരുന്നത്? എനിക്ക് അങ്ങനത്തെ ഒരു ജോലിയാണ് വേണ്ടത്. എന്തായാലും എടുത്തി പറഞ്ഞതല്ലേ, ഒന്ന് ട്രൈ ചെയ്യാം. നിധി കോഫി ഉണ്ടാക്കിയിട്ട് ഒന്ന് നികേഷിനും കൊടുക്കുകയാണ്, ഒന്ന് കൊണ്ട് അച്ഛന് കൊടുക്കും. നിധി ബാഗിൽ നിന്ന് ഒരു ബണ്ണെടുത്തിട്ട് അച്ഛന് കൊടുക്കുമ്പോൾ അച്ഛൻ പറയും, ഇതൊന്നും വേണ്ട മോളെ, എനിക്ക് വായിക്ക് രുചിയൊന്നുമില്ല. ഇത് മോളിന്ന് വാങ്ങിച്ചതാണോ? എന്തിനാ മോളെ, എന്നെ ഇവിടെ ഉള്ളവർ പോലും ശ്രദ്ധിക്കാറില്ല. നികേഷ് പറയും, ഏടത്തേക്ക് അത് കൊടുത്തിട്ട് ഒന്ന് പോന്നാൽ പോരെ? നിധി ഫോൺ എടുത്തിട്ട് സുധീഷിനെ വിളിക്കുകയാണ്. വിളിച്ചു നോക്കുമ്പോൾ സ്വിച്ച് ഓഫ്. നികേഷ് പറയും, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, സുധീഷ് ഏട്ടൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാറില്ല. നികേഷും വിളിച്ചു നോക്കും, അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫാണ്. എന്തിനാ ഇപ്പോൾ സുധീഷ് ഏട്ടനെ വിളിക്കുന്നത്? പനി നോക്കാൻ ഒരു തെർമോമീറ്റർ വാങ്ങാനായിരുന്നു. ആ സമയത്ത് സുധീഷ് കാറിൽ അങ്ങോട്ട് വരികയാണ്. നികേഷ് പറയും, എന്താ വരുന്നു സുധീഷ് ഏട്ടൻ? നിധിക്കും, എന്താ ഫോൺ സ്വിച്ച് ഓഫ്? സുധീഷ് പറയും, ഫോണിൽ ചാർജില്ല. എന്തിനാ എന്നെ വിളിച്ചത്? ഒരു തെർമോമീറ്റർ വാങ്ങാനാ. ആ പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല, അതും പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോകും. നികേഷ് അകത്ത് പോയിട്ട് സുധീഷിൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഫുൾ ചാർജും ഉണ്ടാവും. ഫോണാണെങ്കിൽ ഫ്ലൈറ്റ് മോഡും. നിധി തെർമോമീറ്റർ വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങാണ്. ആ സമയത്ത് സുധീഷ് വന്ന് നോക്കും, എങ്ങോട്ടാ പോകുന്നത്? ഞാൻ തെർമോമീറ്റർ വാങ്ങാൻ പോവാ. ഇയാൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നിധി പറയും, ഞാൻ നിങ്ങളെപ്പോലെ അല്ലല്ലോ. സുധീർ, നിൽക്ക്, ഞാൻ പോയിക്കോളാം. അതും പറഞ്ഞ് സുധീഷ് പോവാണ്. നികേഷ് ഏടത്തി, സുധീഷ് ഏട്ടന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെന്താടാ? സുധീഷ് ഏട്ടൻ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നല്ലേ പറഞ്ഞ്? സ്വിച്ച് ഓഫ് അല്ല, ഫുൾ ചാർജാണ്. ഫോണ് ഫ്ലൈറ്റ് മോഡിലാക്കി വെച്ചതാ. ഈ ബുദ്ധിയൊക്കെ നിനക്ക് വേറെ കാര്യത്തിൽ ഉപയോഗിച്ചൂടെ? ഈ തെർമോമീറ്റർ വാങ്ങുന്ന കാര്യം നീയും കേട്ടതല്ലേ, നിനക്ക് പോയി വാങ്ങിക്കായിരുന്നല്ലോ. സുഭാഷ് പണിസ്ഥലത്തെ ജോലി തീർത്ത് വീട്ടിലേക്ക് വരാൻ നിൽക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ട് വരികയാണ് ചാന്ദിനി. സുഭാഷ് പറയും, അവിനാശ് പോയല്ലോ. ചാന്ദിനി പറയും, ഞാൻ സുഭാഷ് ഏട്ടനെ കാണാനാണ് വന്നത്. ഞാൻ സുഭാഷ് ഏട്ടന് ഗുലാബ് ജാമുമായിട്ട് വന്നതാ. സുഭാഷ് പറയും, കൈയൊന്നും നല്ലതല്ല, ഞാനൊന്ന് കഴുകിയിട്ട് വരാം. ചാന്ദിനി പറയും, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ചാന്ദിനി സ്പൂണ് വെച്ചിട്ട് സുഭാഷിനെ കോരി കൊടുക്കുകയാണ്. സുഭാഷ് കഴിച്ചിട്ട് പറയും, അച്ഛാഹേ വീട്ടിലേക്കല്ലേ, വാ ഞാൻ കൊണ്ടാക്കാം. അവർ രണ്ടുപേരും നടന്ന് വീട്ടിലേക്ക് പോവാണ്. കുറച്ച് കഴിയുമ്പോൾ സുഭാഷ് പറയും, നല്ല മഴ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്, നമുക്ക് സൈക്കിളിൽ പോവാം. സുഭാഷ് ചാന്ദിനിയോട് പിറകിൽ കയറാൻ പറയും. ചാന്ദിനി പറയും, പിറകിലല്ല, ഞാൻ ഈ മുന്നിലായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മുന്നിൽ വന്ന് ഇരിക്കുകയാണ്. സുഭാഷ് ചോദിക്കും, അത് വേണോ? ചാന്ദിനി അത് വേണമെന്നുള്ള രീതിയിൽ ബെല്ലടിക്കുകയാണ്. അവർ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുനന്ദയെ അമ്മയെ ഇത് കാണും. സുനന്ദ പറയും, സുഭാഷ് ഏട്ടൻ, എനിക്കറിയായിരുന്നു അവർ തമ്മിൽ സെറ്റാവുന്നു. ഈ കല്യാണമെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു. അമ്മയ്ക്കും, അവൾ ഹിന്ദിക്കാരിയല്ലേ, അല്ലെങ്കിൽ തന്നെ അവരുടെ കല്യാണം നടക്കണമെന്ന് നീ എന്തിനാഗ്രഹിക്കുന്നത്? എന്നാലും അവർ രണ്ടുപേരും എങ്ങോട്ടായിരിക്കും പോയത്? ചാന്ദിനി പറയും, അവരെങ്ങോട്ടെങ്കിലും പോട്ടെ, അമ്മ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? വൈകുന്നേരം വീട്ടിൽ സുധീഷ് എന്തോ ടെൻഷനിലിരിക്കുകയാണ്. നിധിക്ക് സുധീഷിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് തോന്നും. നിധി നികേഷിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എന്താടാ മുഖം ഇഞ്ചി കടച്ച കുരങ്ങനെ പോലെ? പെട്ടെന്ന് സുധീഷിനെയാണെന്ന് മനസ്സിലാവും. നികേഷ് ചോദിക്കും, എൻ്റെയോ? നിധി പറയാം, ആ നിൻ്റെ തന്നെ. ഹരീഷിന് കാര്യം മനസ്സിലാവും. ഹരീഷ് ഒരു കളിയാക്കുന്ന രീതി പറയും, അതേടാ നിൻ്റെ മുഖം തന്നെ. സുധീഷിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നുണ്ട്, പക്ഷേ സുധീഷ് അതൊന്നും എടുക്കില്ല. അച്ഛൻ്റെ ടെമ്പറേച്ചർ നോക്കിയിട്ട് നിധി പറയും, ആ പനി കുറവുണ്ട്.